നമസ്കാരം. മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക യോഗം വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 യോഗം വിളിച്ചിരിക്കുന്നത്. തിരുവല്ല പീഡനക്കേസ് പ്രതി CC സജിമോനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചെന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ട്. മുൻ ഏരിയ സെക്രട്ടറിയും ഒരു വിഭാഗം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതി കേസ് ഡയറി ചോദിച്ചതോടെ അന്വേഷണ സംഘം നെട്ടോട്ടത്തിൽ. 6-ാം തീയതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് തിടുക്കപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. മുതിർന്ന CPM നേതാവ് G സുധാകരനെ പൂർണ്ണമായി ഒഴിവാക്കി ഏരിയ സമ്മേളനം. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരെ നടക്കുന്ന CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നാണ് പൂർണ്ണമായി ഒഴിവാക്കിയത്. ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും G സുധാകരന് ക്ഷണമില്ല. നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന BSNL സിം കാർഡ് പ്രത്യേക റീചാർജ് മാത്രം ചെയ്ത് UAE-യിലും ഉപയോഗിക്കാവുന്ന സംവിധാനം നിലവിൽ വന്നു. രാജ്യത്ത് ആദ്യമായി കേരള സർക്കിളിലാണ് ഇത്തരമൊരു പദ്ധതി BSNL നടപ്പാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഉച്ചയ്ക്ക് ശേഷം കര തൊടാനിരിക്കെ ചെന്നൈയിൽ മഴ കനത്തു. ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട 16 വിമാനങ്ങൾ റദ്ദാക്കി. ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ നിർത്തിവെച്ചു. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച മനോവേദന ഉണ്ടാക്കുമെങ്കിലും അതിനെ ആത്മഹത്യാ പ്രേരണയായി കാണാനാവില്ലെന്ന് സുപ്രീം കോടതി. 8 വർഷത്തെ പ്രണയബന്ധത്തിന് ശേഷം യുവാവ് വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് US-ലേക്ക് തിരികെ എത്തണമെന്ന് വിദേശ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ട US-ലെ സർവകലാശാലകൾ. ജനുവരി 20-ന് മുൻപ് തിരികെ എത്തണമെന്നാണ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ കരുത്തരായ മുംബൈയെ കേരളം അട്ടിമറിച്ചു. റെക്കോർഡിന്റെ പകിട്ടോടെ സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളുമായി അണിനിരന്ന മുംബൈ ടീമിനെ കേരളം 43 റൺസിന് തകർത്തു. മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.